കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏരിയ എന്ന പാഠഭാഗത്തിന്റെ ആദ്യത്തെ ഭാഗമാണ് ചർച്ച ചെയ്തത്. അത് ഒരു ട്രയാങ്കിൾ തന്നിട്ട് ആ ട്രയാങ്കിളിന്റെ അതേ ഏരിയ വരുന്ന വേറൊരു ട്രയാങ്കിൾ അതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമുക്കൊരു ക്വാഡ്രിലേറ്ററൽ അല്ലെങ്കിൽ പെന്റഗൺ അല്ലെങ്കിൽ ഹെക്സഗൺ ഈ ഫിഗേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അതേ ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ ആക്കി അതിനെ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം ടെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ക്വാഡ്രിലേറ്ററലാണ്. ഈ തന്നിരിക്കുന്ന ചതുർഭുജത്തിന് പ്രത്യേക സവിശേഷതകൾ ഒന്നും തന്നെയില്ല. എന്നാൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഇതിനെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ ഇതിനൊരു ഡയഗണൽ വരച്ചു കൊടുക്കാം. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ട്രയാങ്കിളിന്റെ ഏരിയ കാണാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒരു വികരണം അല്ലെങ്കിൽ ഡയഗണൽ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് ട്രയാങ്കിളായി മാറും. അപ്പൊ നമുക്ക് അര BH എന്ന ഇക്വേഷൻ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. നമ്മളോട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഫിഗറിന്റെ അതേ പരപ്പളവ് വരുന്ന ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വികരണം ആദ്യം വരയ്ക്കുക. ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് ഒരു വികരണം വരച്ചാൽ അതിന് നേരെ തൊട്ടുമുകളിലായി തേർഡ് വെർട്ടെക്സ് അതിന് ഒരു പാരലൽ ലൈൻ വരച്ചു കൊടുക്കണം. ആ പാരലൽ ലൈൻ വരച്ച് ബേസിനെ നീട്ടി വരയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നതാണ് എന്ത്? ഒരു ട്രയാങ്കിൾ. അപ്പൊ ഈ ട്രയാങ്കിളും കൂടി ചേരുമ്പോൾ ഈ പാരലോഗ്രാമിന്റെ അതേ ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ ആയി ഇത് മാറും. അപ്പോ എന്താണ്? ആ ട്രയാങ്കിൾ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ് ആ ട്രയാങ്കിൾ വരുന്നത്. എക്സ്റ്റെൻഡ് ചെയ്തതാണ്. നമ്മൾ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മൾ വരച്ച പാരലൽ ലൈൻ, തേർഡ് വെർട്ടെക്സ്. ഇത് നമ്മൾ വരച്ചിട്ടുള്ള ഡയഗണൽ ആണ്. അപ്പൊ ഈ ഡയഗണലിന്റെ ഈ വെർട്ടെക്സിൽ നിന്ന് ഈ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്ത വെർട്ടെക്സിലേക്ക് അടുത്ത ലൈൻ യോജിപ്പിച്ചു കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ വിസിബിൾ ആയിട്ട് കാണാം, അല്ലെ? ഈ ട്രയാങ്കിളിന്റെയും ഏരിയ ചേരുമ്പോൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വാഡ്രിലേറ്ററിന്റെ അതേ ഏരിയ വരുന്ന ട്രയാങ്കിൾ ആയി മാറും. ക്ലിയർ ആയില്ലേ? അടുത്തത് ഒരു പെന്റഗൺ ആണ്. അപ്പോൾ ഈ പെന്റഗണിന്റെ പ്രത്യേകത എന്താ? 5 വശങ്ങളും 5 ആംഗിൾസും ഉള്ള ഫിഗർ ആണ് പെന്റഗൺ, അല്ലെ? പഞ്ചഭുജം എന്ന് പറയും നമ്മൾ മലയാളത്തില്. അപ്പൊ അതിന് എത്ര ഡയഗണൽസ് വരയ്ക്കാം? അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു വശം ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തേർഡ് വെർട്ടെക്സ് ഒരെണ്ണം ഉണ്ടാവുള്ളൂ ട്രയാങ്കിൾ ആക്കണമെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് വേണം? ഒരു വെർട്ടെക്സിൽ നിന്നായിരിക്കണം ബാക്കിയുള്ള ഡയഗണൽസ് മുഴുവനും വരച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു വെർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെർട്ടെക്സിൽ നിന്നായിരിക്കണം ഇങ്ങോട്ടും ഈ ബേസിന്റെ ഈ 2 ഭാഗങ്ങളിലേക്കുള്ള ഡയഗണൽസ് വരയ്ക്കേണ്ടത്. അല്ലാതെ ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും വരച്ചാൽ ശരിയാവില്ല. ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്തിട്ട് ഡയഗണൽസ് എല്ലാം തന്നെ ആ വെർട്ടെക്സിൽ നിന്നാണ് വരയ്ക്കേണ്ടത്. ആദ്യം തന്നെ ഈ ഒരു ഡയഗണൽ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പാരലൽ ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ബേസ് എക്സ്റ്റെൻഡ് ചെയ്യുക, എന്നിട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. അതുപോലെ തന്നെ ഈ സൈഡിലും അടുത്ത ഒരു ഡയഗണൽ വരയ്ക്കുക. അതിന് പാരലൽ ആയിട്ട് അടുത്ത ലൈൻ വരയ്ക്കുക. ബേസിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിൽ നിന്ന് ഈ തേർഡ് വെർട്ടെക്സിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ ഫിഗറിന്റെ അതേ ഏരിയ വരുന്ന അല്ലെങ്കിൽ പരപ്പളവ് വരുന്ന ഒരു ട്രയാങ്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അതിന് 2 സ്റ്റെപ്പുകളായിട്ട് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാണ്. ആദ്യം ഒരു ഡയഗണൽ വരച്ചു. അതിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. ക്ലിയർ അല്ലേ? ആ പാരലൽ ആയിട്ട് ലൈൻ വരച്ചതിലേക്ക് ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഈ 2 ഭാഗവും എത്രത്തോളം ബേസ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും എന്നറിയില്ല. ഈ ഡയഗണലിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ഈ ലൈനും പിന്നെ ഈ ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗവും മീറ്റ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ വരെ അത് എത്തിക്കണം.
അത് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം? ഈ തേർഡ് വെർട്ടെക്സിൽ നിന്നുള്ള ഈ ലൈൻ ഇങ്ങോട്ട് യോജിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഒരു ട്രയാങ്കിൾ നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, 5 വശമാണെങ്കിൽ 2 സ്റ്റെപ്പാണ് അതിന് ഉണ്ടാവുക. ആദ്യം എന്തായിരിക്കണം? 5 വശമുള്ളതാണെങ്കിൽ പെന്റഗൺ ആണെങ്കിൽ അതിനെ ക്വാഡ്രിലാറ്ററൽ ആക്കിയതിന് ശേഷം മാത്രം ട്രയാങ്കിൾ ആക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പെന്റഗണിനെ എന്താക്കി മാറ്റാൻ പറ്റില്ല? ട്രയാങ്കിൾ ആക്കി മാറ്റാൻ പറ്റില്ല. 2 സ്റ്റെപ്പ് ആക്കിയിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? നമുക്ക് അടുത്ത ഒരു ഇത് വന്നു, അതിനുശേഷം അടുത്ത ഡയഗണൽ വരച്ചു. ആ ഡയഗണലിന് പാരലൽ ആയിട്ട് അടുത്ത ലൈൻ വരച്ചു. ഇത് രണ്ടും തമ്മിൽ എന്താണ്? യോജിപ്പിച്ചു അല്ലെ? യോജിപ്പിച്ചു കഴിഞ്ഞിട്ട് തേർഡ് വെർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഞാനിവിടെ ഡോട്ട് ഇട്ടിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാണ്. ഒരു ട്രയാങ്കിൾ ഇങ്ങോട്ടും ഒരു ട്രയാങ്കിൾ ഇങ്ങോട്ടും. നമുക്ക് അവസാനം എത്ര ട്രയാങ്കിളായി? ഇത് 1, 2, 3 അല്ലെ? ഈ 3 ട്രയാങ്കിളിന്റെയും ഇങ്ങനെ കാണുന്ന ഈ ഒരു ഫിഗർ ഇതിലും കൂടി ഡോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ കാണുന്ന ഈ ഒരു ഫിഗറിന്റെ ഏരിയ ആണ് ഈ പെന്റഗണിന്റെ അതേ ഏരിയ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ. നമുക്ക് എന്ത് എഴുതാം? ഇതിനൊരു പേര് കൊടുക്കാം. ട്രയാങ്കിൾ ഏതാണ്? FGD അല്ലെങ്കിൽ DFG. ഇത് ഹെക്സഗൺ അല്ലെ? ഈ ഹെക്സഗണിന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒരു വെർട്ടെക്സിൽ നിന്ന് എന്ത് വരച്ചു? ഡയഗണൽ വരച്ചു അല്ലെ? ബേസ് എടുത്തു. AB എന്നുള്ള ബേസ് ആണ്. അതിന് D ആണ് തേർഡ് വെർട്ടെക്സ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോ ഈ ഡിയിലേക്ക്, ബിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു ഡയഗണൽ വരച്ചു. ആ ഡയഗണലിന് പാരലൽ ആയിട്ട് സിയിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരച്ചു അല്ലെ? ആ ലൈനും ബേസ് നീട്ടി വരച്ചപ്പോൾ കൂട്ടിമുട്ടി. ഒരു എൻഡിൽ അത് ജോയിൻ ചെയ്തു. ആ എൻഡിലേക്ക് ഈ ഡി എന്ന വെർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കൊടുത്തപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാൻ കഴിഞ്ഞു. അപ്പോ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. കാരണം പിന്നെ അത് എന്തായി മാറി? ഈ ഒരു മൂല അതിൽ നിന്ന് നഷ്ടപ്പെട്ട് അത് ഇവിടെ വന്നു ചേർന്നു അല്ലെ? അപ്പൊ ബേസ് നീട്ടി വരച്ചപ്പോൾ ഒരു മൂല ഇല്ലാതായി. അതൊരു എന്തായി മാറി? ഒരു പെന്റഗണായി മാറി. ഇനി അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഒരു ക്വാഡ്രിലേറ്ററലാക്കി മാറ്റണം. ഇനി ക്വാഡ്രിലേറ്ററൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ഒരു ഡയഗണൽ കൂടെ വരച്ച് അതിനെയും ബേസിലേക്ക് കണക്ട് ചെയ്യണം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ഡയഗണൽ വരച്ചു. ആ ഡയഗണലും ആ ഡയഗണലിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു. ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഡിയിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ട്രയാങ്കിളും കിട്ടിക്കഴിഞ്ഞു. അടുത്തത് ഇതൊരു ക്വാഡ്രിലേറ്ററൽ ആയി മാറി അല്ലെ? ഏതാണ് ക്വാഡ്രിലേറ്ററൽ? എങ്ങനെയാ വരിക? ഇവിടെ തുടങ്ങാം. GDEHG. കണ്ടോ? ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഈ എൻഡ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഈ എൻഡിൽ അടുത്തത് വരച്ചാലാണ് ക്ലിയർ ആവുള്ളൂ. നമുക്കിതൊരു ക്വാഡ്രിലേറ്ററലായി മാറി. ഈ ക്വാഡ്രിലേറ്ററലിനെ വീണ്ടും അടുത്ത സ്റ്റെപ്പിലൂടെ എന്താക്കി മാറ്റണം? ട്രയാങ്കിൾ ആക്കി മാറ്റണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുകൂടി നോക്കാം. എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ദാ അടുത്ത ഒരു ഡയഗണല് വരയ്ക്കണം. ഇത് നോക്കൂ, ഈ വെർട്ടെക്സിലേക്ക് DFയിലേക്കാണ് ഡയഗണൽ വരച്ചിരിക്കുന്നത്. ആ ഡയഗണലിന് പാരലൽ ആയിട്ട് വെർട്ടെക്സ് ഇയിലൂടെ ഒരു ലൈൻ വരച്ചിരിക്കുന്നു, പാരലൽ ലൈൻ വരച്ചിരിക്കുന്നു. ആ പാരലൽ ലൈനിലേക്ക് ബേസിനെ നീട്ടി വരച്ചിട്ടുണ്ട്. കണ്ടോ? ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഈ 2 ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് I എന്ന് പേരും കൊടുത്തിട്ടുണ്ട്. ഈ ഐയിൽ നിന്ന് ഡിയിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഈ ഐനെ ഡിയുമായി കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ആയി മാറി. ആ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇവിടെ ഡോട്ട് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഈ ഡോട്ട് ഇട്ട ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഒരു ട്രയാങ്കിൾ ആണ്. അത് എങ്ങനെയുള്ള ട്രയാങ്കിൾ ആണ്? ഈ മുകളിൽ വരച്ചിരിക്കുന്ന ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 വശങ്ങളും 6 ആംഗിൾസും ഉള്ള ഒരു ഷഡ്ഭുജത്തിന്റെ അതേ ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ ആക്കി നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. മനസ്സിലായോ? ഇനി നമുക്ക് പേജ് നമ്പർ 15 ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. അത് നമുക്ക് ബോർഡിൽ ചെയ്യുമ്പോൾ ക്ലിയർ ആവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബുക്കിൽ അത് വരച്ച് കാണിക്കാം. പേജ് നമ്പർ 15 ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡ്രോ ദ 2 quadrilaterals ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്.
Draw triangles of the same area and calculate the areas. The length needed may be measured. എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് ചതുർഭുജങ്ങളും നോട്ട് ബുക്കിൽ വരയ്ക്കുക. അവയുടെ അതേ പരപ്പളവുള്ള ത്രികോണങ്ങളും വരച്ച് പരപ്പളവ് കണക്കാക്കുക. അതിനാവശ്യമായ നീളങ്ങൾ അളന്നെടുക്കണം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സ് നമുക്ക് നോട്ട് ബുക്കിലേക്ക് വരയ്ക്കാം. സബ് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ നമുക്ക് വരയ്ക്കാം. ആദ്യം തന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ. ഇനി ഈ പോയിന്റിൽ നിന്നും പറഞ്ഞിരിക്കുന്നത് 80 ഡിഗ്രിയാണ്. ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് 3 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ലൈൻ നീട്ടി വരച്ച് കൊടുത്തിട്ട് അത് 3 സെൻറ്റിമീറ്റർ നോക്കി മാർക്ക് ചെയ്യാം. മൂന്ന് സെൻറ്റിമീറ്റർ കിട്ടി. ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 80 ഡിഗ്രി. ക്ലിയർ ആയില്ലേ? ഇനി ഈ പോയിന്റിൽ നിന്നും 120 ഡിഗ്രിയാണ് വെക്കേണ്ടത്. നമുക്ക് 120 ഡിഗ്രി മാർക്ക് ചെയ്യാം. 120 ഡിഗ്രി. ഇനി ഇത് 4 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. ഈ പോയിന്റ് 4 സെൻറ്റിമീറ്റർ, ഇവിടെ 120 ഡിഗ്രി. ഇനി ഈ രണ്ട് പോയിന്റുകളും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ചിത്രം. ഇനി ഇതിൻ്റെ ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ കൂടെ ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്? ഡയഗണൽ വരച്ചു കൊടുക്കണം. ഇനി ഈ ഡയഗണലിന് ഒരു പാരലൽ ലൈൻ അല്ലേ, തേർഡ് വെർട്ടെക്സിലൂടെ ഒരു പാരലൽ ലൈൻ. ഇനി ഈ ബേസ് പാരലൽ ലൈനിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ വെർട്ടെക്സ്, ഇതാണ് നമ്മൾ ട്രയാങ്കിളിൻ്റെ ഈ വെർട്ടെക്സ്, ഇതിൽ നിന്നും ഈ എൻഡിലേക്ക് ഒരു ലൈൻ കൂടെ വരയ്ക്കണം. നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം, ABC. കണ്ടോ? ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രയാങ്കിൾ. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അതിനാദ്യം എന്ത് വേണം? ഇതിന് ഹൈറ്റ് വേണം. ബേസ് നമുക്ക് ഇവിടെ ഉണ്ട്, ഹൈറ്റ് കൂടെ കണ്ടുപിടിക്കണം. ഇതാ ഇവിടെ 90 ഡിഗ്രി ഈ വെർട്ടെക്സിൽ വരും വിധം പ്രൊട്രാക്ടറിനെ പ്ലേസ് ചെയ്യുക, പോയിന്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഹൈറ്റും കിട്ടി, ബേസും കിട്ടി. ഇനി നമുക്ക് ഏരിയ കാണാൻ എളുപ്പമാണ് അല്ലേ? ഏരിയ കാണാനുള്ള ഇക്വേഷൻ BH. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ അളവ് നോക്കിയിട്ടില്ല. ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആവശ്യമുള്ള അളവുകൾ അളന്നെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസും ഹൈറ്റും എത്രയാണ് വരുന്നത് എന്നൊന്ന് നോക്കാം. ഇതാ 11ലേക്ക് കടന്നിട്ടില്ല. ഇവിടെ 10.8 നിൽക്കുന്നത്. ബേസ് 10.8. ഹൈറ്റ് നോക്കാം. ഇതാ 2.9. 2.9. ഇനി നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അര 10.8 × 2.9.
ഇനി ഇത് ഇവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. എത്രയാണ് വരുന്നത്? 5.4 ആണ്. ഇനി ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയാണ് 15.66 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ വരുന്നത് 15.66 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അത് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെയും ഏരിയ. ക്ലിയർ ആയില്ലേ? ഇനി സബ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ചിത്രം നമുക്ക് നോട്ട് ബുക്കിലേക്ക് പകർത്താം. ആദ്യം പറഞ്ഞിരിക്കുന്നത് 8.5 സെൻറ്റിമീറ്റർ ആണ്. എട്ട് 8.5 സെൻറ്റിമീറ്റർ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഈ പോയിന്റിൽ നിന്നും ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ആംഗിൾസ് ഒന്നുമില്ല. അപ്പം നമ്മൾ 6 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യാം? കോമ്പസ് ഉപയോഗിച്ച് എടുക്കാം. നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ് അല്ലേ? കഴിഞ്ഞ കൊല്ലമൊക്കെ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന്. ഒരു ആർക്ക് വരച്ചു കൊടുക്കാം. അടുത്ത സൈഡ് 7.5 ആണ്. 7.5 മാർക്ക് ചെയ്തു. ഇനി ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി ഇവിടെ നിന്ന് ഒരു ട്രയാങ്കിൾ കൂടെ ഇതിലേക്ക് വരുന്നുണ്ട്. അതിന് ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് 5 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത സൈഡ് 4.5 ആണ്. മാർക്ക് ചെയ്ത് ഈ പോയിന്റ് കണക്ട് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇത് അളവുകളൊന്ന് എഴുതി കൊടുക്കാം. 6 സെൻറ്റിമീറ്റർ, 7.5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, ഇവിടെ 4.5 സെൻറ്റിമീറ്റർ, 8.5 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയല്ലോ? ഇനി ഇതേ ഏരിയ വരുന്ന ട്രയാങ്കിളാണ് നമുക്കിതിൽ വരയ്ക്കേണ്ടത്. അപ്പം നമുക്കിതൊരു ചതുർഭുജമാണ്. അതിന് ഡയഗണൽ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. നമുക്കതിന് പാരലൽ ലൈൻ വരച്ചു കൊടുക്കാം. ഇതിന് പാരലൽ ലൈൻ വരയ്ക്കാം. ഇനി ബേസ് പാരലൽ ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് ലൈൻ കണക്ട് ചെയ്യാം. എ ബി സി ഈ ഒരു ട്രയാങ്കിളാണ് ഈ ചതുർഭുജത്തിൻ്റെ അതേ ഏരിയ വരുന്ന ട്രയാങ്കിൾ. നമുക്ക് ഇതിൻ്റെ ഏരിയ കണക്കാക്കാം. ഏരിയയ്ക്ക് എന്ത് വേണം? ഹൈറ്റ് വേണം. വേണ്ടേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഹൈറ്റ് നേരത്തെ ആദ്യത്തെ കണക്കിൽ ചെയ്തതുപോലെ തന്നെ ഇതിന് ഹൈറ്റ് മാർക്ക് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ കറക്റ്റായിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. നമുക്ക് ഹൈറ്റ് ഒന്ന് അളന്നെഴുതിയാലോ? ഇതാ 5.2 ആണ്.
5.2 ആണ് ഹൈറ്റ് വന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ ബേസ് കൂടെ നോക്കാം. നോക്കൂ, 12.6 ആറാണ്. എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ബേസ് ആദ്യം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എത്രയാണ്? ചതുർഭുജത്തിൻ്റെ 8.5 ആണ്. അത് ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ബേസിൽ വ്യത്യാസം വന്നു. ബേസ് 12.6 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 5.2 സെൻറ്റിമീറ്റർ. ഇനി ഏരിയ അല്ലേ, അര ഇൻറ്റു 12.6 ഇൻറ്റു 5.2. ഇത് ഇവിടുന്ന് തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തു. 6.2 വന്നു. 6.2ഉം 5.2ഉം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 32.76 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇതാണ് ഈ ചതുർഭുജത്തിൻ്റെ ഏരിയ വന്നിരിക്കുന്നത്. അതേ ഏരിയയുള്ള ട്രയാങ്കിൾ നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 1 ആംഗിൾ 60 ഡിഗ്രി. ദെൻ ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ. അപ്പോൾ ഒരു സമഭുജ സമാന്തരികം വരയ്ക്കണം. അതിന് ഒരു സൈഡ് 6 സെൻറ്റിമീറ്ററും ഒരു ആംഗിൾ 60 ഡിഗ്രിയുമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, സമഭുജ സമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. മാത്രമല്ല ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. പിന്നെ അഡ്ജസൻ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? നമുക്കതൊന്ന് വരയ്ക്കാം. ആദ്യം 6 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. ഇനി ഈ ആംഗിൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇനി ഈ ആംഗിൾ എത്രയായിരിക്കും? 120 അല്ലേ? സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ആംഗിൾസിൻ്റെയും തുക 180 ഡിഗ്രി ആയിരിക്കണം. ഇനി ഈ രണ്ട് സൈഡും എത്രയായിരിക്കണം? 6 സെൻറ്റിമീറ്റർ തന്നെയാണ് വേണ്ടത്. കാരണം എല്ലാ സൈഡും തുല്യമായിരിക്കും. 6 സെൻറ്റിമീറ്റർ വീതം എടുത്തിട്ടുണ്ട്. നമുക്കത് ജോയിൻ ചെയ്യാം. ഇത് എല്ലാ സൈഡും 6 സെൻറ്റിമീറ്ററും ഓപ്പോസിറ്റ് ആംഗിൾസ് 60 ഡിഗ്രിയും പിന്നെ എന്താണ് അഡ്ജസൻ്റ് ആംഗിൾസ് അല്ലേ, 120 ഡിഗ്രി. അഡ്ജസൻ്റ് സൈഡ്സ് 180 ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓൾ സൈഡ്സ് ഈക്വൽ ആണ്. ഇങ്ങനെ ഒരു ചിത്രമാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെയിം ഏരിയ വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൂടെ ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിനൊരു ഡയഗ്രണൽ വരച്ചു കൊടുത്തിട്ട് ഇതേ ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഡയഗണൽ വരയ്ക്കാം. ഇനി ഇതിനെ തേർഡ് വെർട്ടെക്സിൽ കൂടെ പാരലലായി ഇതൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. ബേസ് കണക്ട് ചെയ്യേണ്ടതാണ്. ഇത് ഒരു
റോംബസ് ആണ് അല്ലേ? ഇതൊരു റോംബസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ആംഗിൾസ് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇവിടെ 2 ആംഗിൾസ് ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. കാരണം എന്താണ്? ഡയഗണൽ എപ്പോഴും ആംഗിളിൻ്റെ ബൈസെക്ടർ ആയിരിക്കും. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സമഭാജിയായിരിക്കും. അപ്പോൾ ഈ ഡയഗണൽ വരച്ചപ്പോൾ ഈ ആംഗിളിൻ്റെ ബൈസെക്ടറാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ 2 ഭാഗത്തുമുള്ളത് 60 ഡിഗ്രി വീതമുള്ള ആംഗിൾസ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 60 ഡിഗ്രിയാണ്. ഇനി ഈ ഭാഗത്ത് എത്ര ഡിഗ്രി ആയിരിക്കും? അപ്പോൾ ഇവിടെ 60 ഡിഗ്രി വീതമാണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 60 ഡിഗ്രി വീതം ഉള്ള 2 ആംഗിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഈ ഭാഗത്തിനും ബൈസെക്ടർ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. ഈ 60 ഡിഗ്രി എന്താണ്? ഈ 60 ഡിഗ്രിയുടെ ബൈസെക്ടർ ആണ് ഈ ഡയഗണൽ. അപ്പോൾ ഇത് രണ്ടും 30 ഡിഗ്രി വീതമുള്ള ആംഗിൾസ് ആയിട്ട് മാറി. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ പരിഗണിക്കുമ്പോൾ ഒരു ആംഗിൾ 60 ഡിഗ്രിയും അടുത്ത ആംഗിൾ 30 ഡിഗ്രിയും ആയാൽ ഇവിടെ കാണുന്ന ഇത് മുതൽ ഇതുവരെയുള്ള ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ACE എന്നുള്ളത് എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിളാണ് അല്ലേ? ഇവിടെ ട്രയാങ്കിൾ ACE ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ACE ആണ് റിക്വയർഡ് ട്രയാങ്കിൾ. ഇനി അതിൽ ഓരോ ആംഗിളുകളും നമ്മൾ എഴുതുകയാണ്. ആംഗിൾ A 60 ഡിഗ്രി, ആംഗിൾ C 30 ഡിഗ്രി, ആംഗിൾ E 90 ഡിഗ്രി. ക്ലിയർ ആയില്ലേ?